നമസ്കാരം. ദർശന ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുദിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുദിൻ്റെ ടീം ഇപ്പോഴുള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ്. മഞ്ചേരിയിലെത്തുമ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് മഞ്ചേരിയിൽ സ്ഥാപിതമായ കൃഷ്ണകുമാർ അസോസിയേറ്റ്സ് എന്ന സ്ഥാപനം ഒട്ടനവധി ബിസിനസ് സംരംഭങ്ങളുമായി ഇന്ന് മഞ്ചേരിക്കും മലപ്പുറത്തിനും അപ്പുറത്തേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വിരുദിൻ്റെ എപ്പിസോഡ് ധന്യമാക്കുവാൻ നമ്മോടൊപ്പമുള്ള അതിഥി കൃഷ്ണകുമാർ അസോസിയേറ്റ്സിൻ്റെ മാനേജിംഗ് പാർട്ണർ മിസ്റ്റർ ജയരാജ് നായരാണ്. വളരെ സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യാം ജയരാജ് സാറിനെ വിരുന്നിലേക്ക്. സാർ നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് കൃഷ്ണകുമാർ അസോസിയേറ്റ്സിൻ്റെ തുടക്കം എന്നൊന്ന് പറയാം? 98 ഒരു സെയിൽ ടാക്സ് പ്രാക്ടീഷണർ ആയിട്ടാണ് ഞാൻ എൻ്റെ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഒരു ജോലി സ്വന്തമായിട്ടൊരു ജോലി എന്ന നിലയ്ക്ക് ഞാൻ വരുന്നത് 98 സെയിൽ ടാക്സ് പ്രാക്ടീഷണറായിട്ടാണ്. അതിൻ്റെ മുമ്പ് പല സ്ഥാപനങ്ങളും ഞാൻ ജോലി ചെയ്തു. മഞ്ചേരിയിൽ തന്നെ ഒരു ഫാൻസി ഷോപ്പിൽ സെയിൽസ്മാനായിട്ട് ജോലി ചെയ്തിരുന്നു. അവിടെ നിന്നെല്ലാം കിട്ടിയ കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളും വെച്ചുകൊണ്ട് ആ സ്ഥാപനത്തിൽ തന്നെ അക്കൗണ്ടൻ്റായിട്ടും വർക്ക് ചെയ്തു. ആ എക്സ്പീരിയൻസ് എല്ലാമായിരുന്നു എന്നെ ഒരു സെയിൽ ടാക്സ് പ്രാക്ടീഷണർ എന്ന ഒരു വഴിയിലേക്ക് എത്തിച്ചത്. പിന്നെ 99 ആയപ്പോഴത്തേക്ക് ടെലികോം ഇൻഡസ്ട്രി മലപ്പുറം ജില്ലയിൽ ടെലികോം കമ്പനി പ്രൈവറ്റ് ടെലികോം ഓപ്പറേറ്റർ മൊബൈൽ ഓപ്പറേറ്റേഴ്സ് മലപ്പുറം ജില്ലയിൽ വന്നതോടുകൂടി ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതോടുകൂടിയിട്ട് അവർക്ക് ആവശ്യമായ സർവീസ് കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ സെയിൽ ടാക്സ് പ്രാക്ടീഷണർ എന്ന ആ ഒരു ഫീൽഡിൽ നിന്ന് മാറി ഒരു പുതിയ മേഖലയിലേക്ക് മാറുകയായിരുന്നു. ടെലികോം മേഖലയിലേക്ക് മാറുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോഴുള്ള കൃഷ്ണകുമാർ അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്ന് ഞങ്ങൾ ഇന്ത്യയിലെ പ്രമുഖമായ കമ്പനികൾക്കുള്ള ബാക്ക് ആൻഡ് സർവീസസ് ആണ്. അവരുടെ ബാക്ക് ആൻഡ് സർവീസുകളാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ വലിയ കോർപ്പറേറ്റ്സ് പലരും ഇന്ന് ഞങ്ങളുടെ ക്ലയൻസാണ്. ആമസോൺ, ഫെഡറൽ എക്സ്പ്രസ്, HDFC ബാങ്ക് തുടങ്ങിയ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് കൃഷ്ണകുമാർ അസോസിയേറ്റ്സ് സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാർ, ഇപ്പോൾ ജീവിതത്തെ ഒന്ന് പുറകോട്ട് നോക്കി കാണുകയാണെങ്കിൽ താങ്കൾ ഒരു അധ്യാപകൻ്റെ മകനായിട്ടാണ് താങ്കളുടെ വിദ്യാഭ്യാസ കാലങ്ങളിൽ പോലും താങ്കൾ വരുന്നത്. അപ്പോൾ അച്ഛൻ്റെ ഒരു ഇൻസ്പിറേഷൻ, അച്ഛൻ എങ്ങനെയാണ് താങ്കളുടെ ഈ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ താങ്കളുടെ ബിസിനസ് മേഖലയിലേക്കുള്ള ഒരു വഴി തുറന്ന് തരാനുള്ള സാഹചര്യമൊക്കെ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് എത്രമാത്രം ഉണ്ടായിട്ടുണ്ട്? എൻ്റെ ജീവിതത്തിൽ എൻ്റെ റോൾ മോഡൽ എൻ്റെ അച്ഛനാണ്. ഒരു അധ്യാപകനായിരുന്നു. അധ്യാപകൻ എന്നതിനേക്കാൾ രാവിലെ 5:30 മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് 8 മണി വരെ മുഴുവൻ സമയവും ജോലിയും അത് കഴിഞ്ഞ് ബാക്കിയുള്ള സമയങ്ങളിൽ കൃഷിയും പറമ്പിലെ കൃഷി കാര്യങ്ങൾ, തെങ്ങിൻ്റെ തടം തുറക്കൽ, ഇതുപോലെയുള്ള കാര്യങ്ങളുമായി പോയിരുന്നൊരു അത് കണ്ടുകൊണ്ടാണ് ഞാൻ വളരുന്നത്. അതേപോലെ തന്നെ ഏതൊരു തൊഴിലും വളരെ മാന്യമാണ്, അന്തസ്സുള്ളതാണ്. ജോലി ചെയ്തെടുക്കുന്ന 1 രൂപയ്ക്കും വിലയുണ്ടെന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നു. അതെനിക്ക് പഠിക്കാൻ അദ്ദേഹം തന്നെയാണ് എന്നെ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം സമയത്തും പ്രീ ഡിഗ്രി സമയത്ത് രാവിലെ പത്രം ഇടാൻ പോയിരുന്നു. എന്നെ ഇതിന് പത്രം ഇടാൻ പറഞ്ഞയച്ചത് അച്ഛൻ തന്നെയായിരുന്നു. അധ്യാപകനായിരുന്നു. അച്ഛൻ അധ്യാപകനായിരുന്നു. മഞ്ചേരിയിലെ ഒരു അറിയപ്പെടുന്ന അധ്യാപകൻ തന്നെയായിരുന്നു. അച്ഛൻ്റെ ക്ലാസ്സുകൾ ഇന്നും ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അച്ഛൻ പഠിപ്പിച്ച അച്ഛൻ്റെ സ്റ്റുഡൻസ് പലരും ഇന്നും സ്വന്തം മക്കളെയും പേരക്കുട്ടികളെയും കൊണ്ടുവന്ന് അച്ഛനെ കാണുകയും അനുഗ്രഹം വാങ്ങുകയും ചെയ്യുന്നു. അത്രയേറെ പഠിപ്പിച്ച വിദ്യാർത്ഥികളുമായിട്ട് ഒരു ബന്ധമുള്ള ഇതായിരുന്നു. അതിൽ നിന്നാണ് എങ്ങനെയാണ് റിലേഷൻഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇതെല്ലാം ഞാൻ പഠിച്ചത് അച്ഛനിൽ നിന്നാണ്.
അത് കഴിഞ്ഞ് ഫാൻസി ഷോപ്പിൽ ഞാൻ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും അതും അച്ഛൻ തന്നെയാണ് എന്നെ സമ്മതിച്ചത്. ഡിഗ്രി കഴിഞ്ഞു. ഞാനത് കഴിഞ്ഞ് ഒരു അച്ഛൻ്റെ തന്നെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പറഞ്ഞു അവനെ എൻ്റെ കൂടെ വിട്ടോളൂ, അക്കൗണ്ട്സ് നല്ല സ്കോപ്പ് ഉള്ളതാണ്, അക്കൗണ്ട്സ് പഠിക്കാനും കാര്യങ്ങളും എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിട്ടത്. 2 വർഷം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തു. അവിടെ നിന്നാണ് അക്കൗണ്ട്സ് എന്താണ് കാര്യങ്ങളെല്ലാം പഠിച്ചത്. ഒരുപക്ഷെ ഇന്നത്തെ എൻ്റെ വളർച്ചയ്ക്ക്, ഇന്നത്തെ എൻ്റെ ഒരു അവസ്ഥയ്ക്ക് ആ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നുള്ളത്, ഒരു അക്കൗണ്ട്സ്, ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട്സ് എന്താണെന്നുള്ളതും അത് ഞാൻ ബേസിക് അറിഞ്ഞിരിക്കണം എന്നുള്ളത് ദൈവനിയോഗമായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ആ 2 വർഷം ഞാൻ അവിടെ പോയി അക്കൗണ്ട്സ് എന്താണെന്ന് പഠിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അടങ്ങിയിരുന്ന് ജോലി ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരിക്കലും ഒതുങ്ങിയിരുന്ന് ജോലി ചെയ്യുക എന്നുള്ളത് എനിക്ക് അത്ര എളുപ്പമായിരുന്നില്ല. സോ ഞാൻ അച്ഛനോട് വെച്ചാൽ എനിക്കത് പറ്റുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് അവിടെ നിന്ന് മാറണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തൊട്ടപ്പുറത്തുള്ള ഒരു ഫാൻസി ഷോപ്പുണ്ട്, അവിടെ ഒരു വേക്കൻസി ഉണ്ട്, അവിടെ അക്കൗണ്ട്സും കാര്യങ്ങളും കണക്ക് ബില്ല് കാര്യങ്ങളൊക്കെ നോക്കുക ഇതൊക്കെയാണ് എന്ന് പറഞ്ഞു. ഞാൻ അച്ഛനോട് ചോദിച്ചാൽ ഞാൻ അവിടെ പോട്ടെ. അപ്പം അച്ഛനോട് പറഞ്ഞു ഓക്കെ നിനക്ക് വേണമെങ്കിൽ പോയിക്കോ, കുഴപ്പമില്ല. അപ്പം ഞാൻ അവിടെ പോയി സംസാരിച്ച സമയത്ത് എനിക്ക് വേണ്ടി എൻ്റെ ആ ഒരു ഫ്രണ്ട് അവിടെ പോയി സംസാരിച്ച സമയത്ത് അതിൻ്റെ ഉടമസ്ഥർക്കൊരു സംശയം, കാര്യം ഇന്ന ആളുടെ മകൻ ഇവിടെ ഈ ജോലിക്ക് വരുമോ? അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്നെ അവിടുത്തെ മാനേജർക്ക്, അന്നത്തെ അവിടുത്തെ മാനേജർക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛനെ നന്നായിട്ട് അറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് അതിൽ ഞാൻ അച്ഛനോട് ചോദിച്ചു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അച്ഛൻ പറഞ്ഞാൽ മാത്രമേ എനിക്ക് അവിടെ പോകാൻ പറ്റൂ. അച്ഛൻ്റെ ഒരു ദിവസം രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു ഇങ്ങനെ അവന് അവിടെ താല്പര്യമുണ്ട്, അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു കൊടുക്കണം. അതിൻ്റെ 3-ാം ദിവസം ഞാൻ അവിടെ ജോലിക്ക് ചേർന്നു. അതും എന്നെ സംബന്ധിച്ചൊരു ദൈവനിയോഗം. ആ ഒരു ജോലി അവിടെ നിന്നുകൊണ്ടാണ് ആളുകളോട് എങ്ങനെ പെരുമാറാം, എങ്ങനെ കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യണം എന്ന് ഞാൻ പഠിക്കുന്ന അവിടെ നിന്നാണ്. അതോടൊപ്പം തന്നെ ജോലിക്കാരോട് എങ്ങനെ പെരുമാറണം എന്ന് ഞാൻ പഠിക്കുന്നു അവിടെ നിന്നാണ്. കാരണം ആ മാനേജ്മെൻറ്റ് ഞങ്ങളുടെ അടുത്ത് ആ എംപ്ലോയീസിനോട് പെരുമാറിയിരുന്നത് ഒരിക്കലും ഒരു എംപ്ലോയ് എന്നൊരു രീതിയിലായിരുന്നില്ല അവർ പെരുമാറ്റം ഉണ്ടായിരുന്നത്. ഒരു ഫാമിലി മെമ്പർ എന്ന ഒരു അവസ്ഥയിലായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്. സർ, ഇപ്പോൾ താങ്കളുടെ പേര് ജയരാജ് നായർ എന്നാണ്. അപ്പോൾ താങ്കളുടെ സ്ഥാപനത്തിൻ്റെ പേര് കൃഷ്ണകുമാർ അസോസിയേറ്റ്സ് എന്നാണ്. ഇപ്പോൾ ഇത്രയും വലിയൊരു ബിസിനസ് സംരംഭത്തിൽ ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന പേര് എങ്ങനെയാണ് കടന്നു വന്നത്? ആ പേരിൻ്റെ പിന്നിലെ കഥ എന്താണ്? എൻ്റെ ജീവിതത്തിൽ എൻ്റെ വളർച്ചയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദൈവം ഓരോ ആളുകളെ എന്നെ വളർത്താൻ വേണ്ടി ദൈവം ഓരോ ആളുകളെ ഭൂമിയിലേക്ക് അയച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഞാൻ ഫാൻസി ഷോപ്പിലെ ജോലി കഴിഞ്ഞ് വിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുകൊണ്ട് തുടങ്ങുമ്പോൾ മഞ്ചേരിയിൽ അന്ന് ഒരു റൂം വാടകയ്ക്ക് എടുത്ത് ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാനുള്ള സാമ്പത്തിക അവസ്ഥ എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് കൃഷ്ണകുമാർ എന്ന് പറയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ദൈവം എൻ്റെ മുന്നിലേക്ക് അയച്ചു തന്ന ആ വലിയ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ബിൽഡിങ്ങിൽ, അദ്ദേഹം മഞ്ചേരി കോലകത്തിലെ അംഗമാണ്, റോയൽ ഫാമിലിയിലെ അംഗമാണ്. അദ്ദേഹത്തിൻ്റെ ബിൽഡിങ്ങിൽ റൂം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, നീ അത് ഉപയോഗിച്ചു, അതിന് വാടക എന്ന് നിനക്ക് വാടക തരാൻ പറ്റുന്നു അന്ന് വാടക തന്നാൽ മതി എന്ന് പറഞ്ഞ് റൂമും താക്കോലും തന്ന് അവിടെയാണ് സെയിൽ ടാക്സ് പ്രാക്ടീഷണർ എന്ന ജോലി ആദ്യം ഞാൻ തുടങ്ങുന്നത്. ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു കൂടെ. അത് ഞങ്ങൾ തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ റൂമിൽ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി ഞങ്ങളുടെ പേര് വെക്കുന്നതിൽ ഒരു ശരികേടുണ്ടോ എന്ന് തോന്നിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു ഞങ്ങൾ ഇങ്ങനെ ഒരു പേര് വെച്ചോട്ടെ. പുള്ളി പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്കിഷ്ടമുള്ള പേര് വെച്ച് തുടങ്ങ്, നിങ്ങൾ നന്നാവ് എന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ നന്നാവ് എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട, അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണകുമാർ അസോസിയേറ്റ്സ് എന്ന പേര് വെച്ചിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ തുടങ്ങിയ സെയിൽ ടാക്സ് പ്രാക്ടീഷണർ എന്ന ഒരു ഫേം, പിന്നെ അത് ഡൈവേഴ്സിഫൈ ചെയ്ത് മറ്റു പല മേഖലകളിലേക്ക് പോയപ്പോഴും ആ പേരിൽ നിന്ന് മാറാൻ ഞാൻ തയ്യാറായിരുന്നില്ല. ഇത് എവിടെ എത്തുകയാണെങ്കിലും ലോകത്ത് എത്രമാത്രം വളർന്ന് എവിടം വരെ എത്തുകയാണെങ്കിലും ആ പേര് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. എങ്ങനെയാണ് മഞ്ചേരി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തേക്ക് ഇന്ത്യയിലെ വലിയ കോർപ്പറേറ്റുകളെ എത്തിക്കാനുണ്ടായ സാഹചര്യം എങ്ങനെയായിരുന്നു? ഇവിടെയും 99 ടെലികോം ഇൻഡസ്ട്രി വന്ന് ആ സമയത്ത് പുതിയ ഒരു കൺസെപ്റ്റ് വരുന്ന സമയത്ത് ഇവിടെ അവർക്ക് ആവശ്യമായിട്ട് സർവീസ് കൊടുക്കാൻ ഉള്ള ആളുകളുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത് അറിയുന്ന ആളുകളുണ്ടായില്ല. ഈവൻ എനിക്കും അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത്
അന്നത്തെ എസ്കോട്ടൽ, ഇന്നത്തെ ഐഡിയ, അന്നത്തെ എസ്കോട്ടലിൻ്റെ സോണൽ ഹെഡ് ആയിരുന്ന, മലപ്പുറം ജില്ലയുടെ ചാർജ് ഉണ്ടായിരുന്ന KC നരേന്ദ്രൻ, അദ്ദേഹമാണ് അന്ന് ഞാൻ കൊറിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കൊറിയർ ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നു. അന്ന് ഞാൻ കൊറിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഒരു കൊറിയർ ഡെലിവറിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴാണ് നരേന്ദ്രൻ എന്നെ വിളിച്ചിരുത്തിയിട്ട് പേര് ചോദിക്കുന്നു. ഞാൻ ജീവിതത്തിൽ അന്ന് വരെ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുകയാണ്. അദ്ദേഹം എന്നെ വിളിച്ചിരുത്തുന്നു, പേര് ചോദിക്കുന്നു, കാര്യങ്ങളെല്ലാം ചോദിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത്ര ആക്ടിവിറ്റീസ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, ഒരു ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനന്ന് ആ ആക്ടിവിറ്റീസിൻ്റെ പേര് തന്നെ കേൾക്കുന്നത്. ഇത് ചെയ്തു തരാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുന്ന ആളുകൾ മലപ്പുറത്ത് അവൈലബിൾ ആണോ? സാർ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ പേരുകളെല്ലാം കേൾക്കുന്നത്. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, സാറ് എന്നോട് പറഞ്ഞു തന്നാൽ, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യാൻ കഴിയുമെന്നൊരു ധൈര്യം എനിക്കുണ്ട്. ആ ഒരു വാക്കിൻ്റെ പുറത്താണ് അദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങൾ അതിനാവശ്യം, അദ്ദേഹം അതിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേ, ബാക്കി ഞാൻ പറഞ്ഞു തരാം, അതേപോലെ ചെയ്താൽ മതി, ബാക്കി നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ ആദ്യമായിട്ട് ഒരു വലിയ കമ്പനിയുടെ ഫസ്റ്റ് കോൺട്രാക്ട് ഞങ്ങൾ എടുക്കുന്നത്. ദൈവം അനുഗ്രഹിച്ചത് ഭംഗിയായി ചെയ്യാൻ സാധിച്ചു. അതിനോടൊപ്പം തന്നെ നരേന്ദ്ര സാറിൻ്റെ സപ്പോർട്ടും. അദ്ദേഹം എന്നെ പല സ്ഥലങ്ങളും ഭംഗിയായിട്ട് ഞങ്ങൾ സർവീസ് കൊടുത്ത സമയത്ത് ഇദ്ദേഹം പല സ്ഥലങ്ങളും ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇങ്ങനെ ചെയ്യുന്നുണ്ട്, വളരെ ഭംഗിയായിട്ട് അവർ ചെയ്യുന്നുണ്ടെന്ന് പല സ്ഥലങ്ങളും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിലൂടെ ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പ് ശരിക്ക് ഞങ്ങളുടെ വളർച്ചയ്ക്ക് പ്രധാനം എന്ന് പറയുന്നത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ബന്ധങ്ങൾ തന്നെ, ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുത്ത സർവീസും അതിലൂടെ ഉണ്ടായിട്ടുള്ള ബന്ധങ്ങളുമാണ്. ഒരുപാട് പ്ലാനുകളും പദ്ധതികളുമാണ് താങ്കളുടെ മനസ്സിലൂടെ ദിനം പ്രതി എല്ലാ ദിവസവും വേണമെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൃഷ്ണകുമാർ അസോസിയേറ്റ്സിൻ്റെ പേരിൽ തന്നെ അതിൻ്റെ സഹോദര സ്ഥാപനങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന മറ്റു പ്രധാന പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? ഞങ്ങളിപ്പം പുതുതായിട്ട് കൈവച്ചിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ അഡ്ഹസീവ് മാനുഫാക്ചറിങ്, JSN എൻ്റർപ്രൈസസ് എന്ന പേരിൽ ഇൻഡസ്ട്രി അഡ്ഹസീവ് മാനുഫാക്ചറിങ്ങിലാണ് ഞങ്ങൾ പുതുതായിട്ട് കൈവച്ചിട്ടുള്ളത്. ഇത് പാലക്കാട് ജില്ലയിലെ തൂത, മലപ്പുറം പാലക്കാട് ബോർഡറിലുള്ള തൂത എന്ന സ്ഥലത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു യൂണിറ്റ് അവർ ഒരു സ്ട്രഗ്ലിംഗ് പോയിന്റിൽ ഞങ്ങൾ ആ സാധനം ടേക്ക് ഓവർ ചെയ്ത് അതിനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഇന്ന് കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഞങ്ങൾ സപ്ലൈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ കേരളത്തിൻ്റെ പുറത്തും ഇന്ത്യക്ക് പുറത്ത് എക്സ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതുതായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു മേഖലയിലേക്കാണ്. അടുത്ത ഞങ്ങളുടെ ഫ്യൂച്ചർ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രിയൽ അഡ്ഹസീവ് യൂണിറ്റ് ഞങ്ങൾ JSN എൻ്റർപ്രൈസസിനെ ഒന്ന് ഡെവലപ്പ് സ്റ്റേജിൽ എത്തിച്ചതിന് ശേഷം റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് എൻട്രി ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത പ്ലാൻ. JSN എൻ്റർപ്രൈസസിനെ ഒരു 100 crore ടേൺ ഓവറിലേക്ക് എത്തിച്ചതിന് ശേഷം ഞങ്ങളുടെ അടുത്ത ഏരിയ എന്ന് പറയുന്നത് ഒരു ചെയിൻ ഓഫ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സ്. ഇതാണ് ഞങ്ങളുടെ അടുത്ത പ്ലാൻ എന്നുള്ളത്. അതിൻ്റെ ഡിസ്കഷൻസും കാര്യങ്ങളും പ്രൈമറി ആക്ടിവിറ്റീസ് എല്ലാം ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുടുംബത്തിൽ ആരൊക്കെയാണുള്ളത്? അമ്മയുടെ പേര്, കുടുംബത്തിൽ മറ്റാരൊക്കെയാണുള്ളത്? എൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും ഇപ്പോൾ താമസിക്കുന്നത് ഗുരുവായൂരിലാണ്. അച്ഛൻ്റെ പേര് രാജഗോപാലൻ നായർ, അമ്മയുടെ പേര് രത്നകുമാരി. ഇവിടെ മഞ്ചേരിയിൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 2 കുട്ടികളും. വൈഫിൻ്റെ പേര് സ്മിത എന്നാണ് വൈഫിൻ്റെ പേര്. എൻ്റെ മൂത്ത മോൾ അപർണ, അവളിപ്പോൾ 10th ചെറിയ ആൾ അഞ്ജലി, അവൾ 8th. രണ്ടുപേരും മഞ്ചേരി ചിന്മയ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാമിലിയാണ് എന്നെ സംബന്ധിച്ചോളം ഫസ്റ്റ്, അതിനുശേഷം മാത്രമേ എനിക്ക് ബിസിനസ്സും ബാക്കി എല്ലാം എൻ്റെ അടുത്ത് വരുന്നുള്ളൂ. ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരിൽ ബിസിനസ് ആഗ്രഹിക്കുന്ന ഒട്ടനവധി യുവാക്കളുണ്ടാവാം. അവർക്ക് താങ്കൾക്ക് കൊടുക്കാനുള്ളൊരു നിർദ്ദേശം വളരെ വിലപ്പെട്ടതായിരിക്കും. നമ്മൾ എന്തിലേക്ക് ഇറങ്ങുന്നു, എന്ത് ജോലി ചെയ്യുന്നു, 100% അതിൽ ഡെഡിക്കേറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക.
100% സത്യസന്ധമായി ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൽ എനിക്ക് എന്നത് കിട്ടണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യാതെ ഞാൻ എൻ്റെ എഫേർട്ട് മുഴുവൻ ഇട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് വന്നുകൊണ്ടേയിരിക്കും. ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ എനിക്ക് ഇന്നത് കിട്ടണം, ഇന്നത് കിട്ടിയാലേ ഞാനത് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ലാഭനഷ്ടങ്ങൾ, ലാഭം ഇത്ര പ്രോഫിറ്റ്, ഈ പ്രോഫിറ്റ് കൊണ്ട് ഇന്നത് ചെയ്യുക, ഇത്തരത്തിലുള്ള ചിന്തകളില്ലാതെ 100% അതിന് വേണ്ടി നമ്മൾ എഫേർട്ട് എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് സ്വാഭാവികമായിട്ടും റിസൾട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഞാൻ കൊറിയർ ഇൻഡസ്ട്രിയിൽ ഞാൻ കൊറിയർ ബോയ് ആയിട്ട് ചെയ്തിരുന്ന സമയത്ത്, ഞാനൊരു കൊറിയർ ബോയ് ആയിട്ട് വർക്ക് ചെയ്ത് കൊറിയർ കമ്പനിയുടെ ഫ്രാഞ്ചൈസി എടുത്തിരുന്ന സമയത്ത് പല ദിവസങ്ങളിലും ഇവിടെ നിന്ന് മഞ്ചേരിയിൽ നിന്ന് തിരൂരിലേക്ക് അന്ന് അവസാന ബസ് 7 മണിക്കാണ്, തിരിച്ചിങ്ങോട്ട് 8:30 കണ്ടാണ് ലാസ്റ്റ് ബസ്. തിരിച്ചിങ്ങോട്ട് ബസ് കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ ഓപ്ഷനൊന്നുമില്ല, കടത്തണ്ണയിൽ കടന്ന് രാവിലത്തെ ഫസ്റ്റ് ബസ്സിന് തിരിച്ചു പോരേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതൊന്നും എനിക്കൊരു വേദനയെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ ഇവിടുന്ന് വയനാട്ടിൽ പോയി കൊറിയർ ഡെലിവറി ചെയ്യാൻ വേണ്ടി വയനാട്ടിൽ പോയി 4 മണിക്ക് ഇവിടുന്ന് പോയി വയനാട് ജില്ലയുടെ പല ഭാഗങ്ങളിൽ കൽപ്പറ്റ, മാനന്തവാടി, ബത്തേരി പോലുള്ള പല ഭാഗങ്ങളിലും പോയി കൊറിയർ ഡെലിവറി കൊടുത്ത് തിരിച്ചു വന്ന് രാത്രി പലപ്പോഴും എത്തുമ്പോൾ കൃത്യമായിട്ട് ബസ്സുകൾ കിട്ടില്ല, ലോറിയിലും കയറിയിട്ടെല്ലാം തിരിച്ച് 10 മണിക്കും 11 മണിക്കും തിരിച്ചെത്തി പോകുമ്പോഴും ഇതെല്ലാം ഞാൻ എൻജോയ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും എനിക്ക് അതൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇത്രയും ചെയ്യുന്ന സമയത്ത് ഞാനിതൊക്കെ ചെയ്തു കഴിഞ്ഞു, എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അത്രയും എൻജോയ് ചെയ്തതുകൊണ്ടാണ് ഇന്ന് കൃഷ്ണകുമാർ ഓഫീസേഴ്സ് എന്നീ ഒരു സ്ഥാപനം ഇത്രയധികം ആളുകളിലേക്ക് ജോലി എത്തിക്കാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനമായിട്ട് വളരാൻ സാധിച്ചത്. സാർ, ഇനിയിപ്പോൾ താങ്കളുടെ ഈ ജീവിത വളർച്ചയിൽ, ബിസിനസ് വളർച്ചയിൽ താങ്കൾക്ക് ആരോടൊക്കെയാണ് കടപ്പാടും സ്നേഹവും നന്ദിയും ഉള്ളത് ഒന്ന് പറയാം? എനിക്ക് എൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ചയിൽ ഞാൻ നന്ദി പറയുമ്പോൾ ആദ്യം പറയേണ്ട പേര് ഡോക്ടർ പി വിജയൻ്റെ തന്നെയാണ്. വിജയൻ സാർ തന്നിട്ടുള്ള ഡയറക്ഷൻസും ഗൈഡ് ലൈൻസും തന്നെയാണ് ഒരു പ്രൊഫഷണൽ വേയിലേക്ക് എൻ്റെ ബിസിനസ്സുകളെ മാറ്റാൻ എന്നെ സഹായിച്ചിട്ടുള്ളത്. സാർ, ഇപ്പോൾ താങ്കൾക്ക് താങ്കളുടെ ബിസിനസ് ജീവിതത്തിൽ ഒട്ടനവധി അംഗീകാരങ്ങളും അവാർഡുകളും ഒക്കെ താങ്കളെ തേടിയെത്തിയിട്ടുണ്ട്. പ്രധാനമായും ഏറ്റവും വിലപ്പെട്ട അംഗീകാരങ്ങൾ ഏതൊക്കെയാണ് താങ്കളുടെ മനസ്സിലേക്കുള്ളത്? താങ്കൾക്ക് എവിടെ നിന്നൊക്കെയാണ് അവാർഡുകളും അംഗീകാരങ്ങളും ലഭിച്ചിട്ടുള്ളത്? അവാർഡുകളിൽ ഞങ്ങളുടെ ക്ലയൻസിൻ്റെ കയ്യിൽ നിന്ന്, ഒരുപാട് കോർപ്പറേറ്റ്സിൻ്റെ കയ്യിൽ നിന്നും അവർക്ക് കിട്ടിയിട്ടുള്ള, ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ച സർവീസുകളുടെ പുറത്ത് അവാർഡുകളെല്ലാം ധാരാളം അംഗീകാരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിനേക്കാളെല്ലാം കൂടുതലായിട്ട് ഒരു അംഗീകാരം എന്ന് തന്നെ ഞാൻ കാണുന്നത് എൻ്റെ ഒരു ക്ലയൻറ്റ് തന്നെ മറ്റൊരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ, ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഇന്ന ആളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്ന പർപ്പസ് പൂർണ്ണമായിട്ടുള്ള സൊല്യൂഷനാണ് എന്ന് പറഞ്ഞ് എൻ്റെ ക്ലയൻറ്റ് തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ അംഗീകാരമായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ, ഇതിൽ തുടക്കം മുതൽ എൻ്റെ കൂടെ ഉള്ള ആളുകൾ ഇന്നും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നു എന്നുള്ളതും, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ലേബർ ക്രൈസിസ് പറയുന്നു, ആളെ കിട്ടുന്നില്ല, ആളുകൾ നിൽക്കുന്നില്ല എന്നുള്ള ക്രൈസിസ് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലമേ ഇല്ല. എൻ്റെ കൂടെ ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എല്ലാ സമയത്തും എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു, ഒരു ക്രൈസിസേ എനിക്ക് വരുന്നില്ല. വളരെ ഭംഗി. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ജോലിക്കാരെ കിട്ടാനും ഉള്ള ആളുകളിൽ നിന്ന് അവർ സ്വന്തം ബിസിനസ് പോലെ ഈ സ്ഥാപനത്തെ കൊണ്ടു നടക്കുകയും ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങൾ. കൃഷ്ണകുമാർ അസോസിയേറ്റ്സിന് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഒപ്പം ഒരുപാട് അംഗീകാരങ്ങളും അവാർഡുകളും താങ്കളുടെ മനസ്സിനും താങ്കളുടെ പ്രവർത്തനങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. വിലപ്പെട്ട സമയം ഒരിക്കൽ കൂടി ഞങ്ങളുമായി സംബന്ധിച്ചതിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്.